ഹായ് ഹലോ നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ താങ്ക്സ് ഗിവിംഗ് ഡേ ആണ് കാനഡയില്. അപ്പം താങ്ക്സ് ഗിവിംഗ് എന്ന് വെച്ചാൽ പണ്ട് കാലങ്ങളിൽ നല്ല ഹാർവെസ്റ്റ് കിട്ടിയാലോ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ വിന്ററിൽ നിന്ന് തരണം ചെയ്ത് പുതിയൊരു വർഷത്തേക്ക് കടക്കുമ്പോൾ നന്ദി പറയുന്നതിന് സൂചകമായിട്ടായിരുന്നു താങ്ക്സ് ഗിവിംഗ് ഡേ ആഘോഷിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴാണേലും ആ ട്രഡീഷൻ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഫ്രണ്ട്സും ഫാമിലിയും എല്ലാം കൂടെ ഒത്തുകൂടി നന്ദി പറയുന്ന ഒരു ട്രഡീഷനാണ് അത്, ഈ താങ്ക്സ് ഗിവിംഗ് ഡേ എന്ന് പറയുന്നത്. അപ്പൊ താങ്ക്സ് ഗിവിംഗ് ഡേയുടെ സ്പെഷ്യൽ ഒരു സാധനമാണ് ടർക്കി ഡിന്നർ. ഇവിടെ എല്ലാ ഫാമിലിയിലും ഇവിടെ ഉള്ള എല്ലായിടത്തും അതൊരു ആഘോഷം, ഒരു ട്രഡീഷന്റെ ഭാഗമായിട്ട് അത് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ടർക്കി. അപ്പൊ ഞങ്ങളും നമ്മുടെ താങ്ക്സ് ഗിവിംഗ് ഡേ പ്രമാണിച്ച് ടർക്കി ഉണ്ടാക്കിയേക്കാണ്. അപ്പം ഞങ്ങളുടെ കയ്യിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചാണ് ഞങ്ങൾ ഉണ്ടാക്കിയേക്കുന്നത്. ഇതാണ് നമ്മുടെ ടർക്കി ഡിന്നറിന്റെ ഉള്ള സാധനങ്ങളെല്ലാം. അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയത് എന്നുള്ളതൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. സോ വെൽക്കം ടു അവർ കുട്ടി ഫാമിലി. അപ്പൊ നമ്മുടെ ടർക്കിയിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുന്നേ നമുക്ക് ആദ്യം പ്രിപ്പയർ ചെയ്ത് വെക്കേണ്ട സാധനമാണ് ഹെർബ് ബട്ടർ. അപ്പൊ ഹെർബ് ബട്ടർ എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ടർക്കി നല്ല മോയിസ്റ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി, ഡ്രൈ ഒന്നും ആയി പോകാതിരിക്കാൻ വേണ്ടി നല്ലപോലെ നമുക്ക് ബട്ടർ ഇട്ട് ഹെർബ് ബട്ടർ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഉള്ള ഇൻഗ്രീഡിയൻസ് വെച്ചാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പൊ നല്ല മോയിസ്റ്റ് ആയിട്ടിരിക്കും. അപ്പൊ നമുക്ക് അതിന്റെ പ്രിപ്പറേഷനിലേക്ക് കടക്കാം. അപ്പൊ നമ്മുടെ ഹെർബ് ബട്ടർ ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് ബട്ടറാണ്. പിന്നെ കുറച്ച് ചതച്ച് വെച്ച ഗാർലിക് ചതച്ചത് ചേർക്കാം. പിന്നെ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് റോസ്മേരി ആണ്. കുറച്ച് റോസ്മേരി. പിന്നെ നമ്മൾ ഹെർബ്സ് ആയിട്ട് നമുക്ക് നമ്മുടെ കയ്യിലുള്ള നമ്മുടെ നാടൻ കറിവേപ്പില, കുറച്ച് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് ലെമൺ സെസ്റ്റ് വേണേ, അത് നമുക്ക് എടുക്കാം. ലെമൺ സെസ്റ്റ് ഇടാം. പിന്നെ നമ്മുടെ പൊടിച്ച് വെച്ച കുരുമുളക് പൊടി, പൊടിച്ചിട്ടില്ല, ഇത് ഗ്രൗണ്ട് ചെയ്തിട്ടേ ഉള്ളൂ, ജസ്റ്റ് ഒന്ന് ചതച്ചിട്ടേ ഉള്ളു. നമുക്കിനി ഇതിനെ എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് സെറ്റാക്കി എടുക്കണം. അപ്പൊ നമ്മുടെ ഹെർബ് ബട്ടർ റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ ടർക്കി കുട്ടനെ റെഡി ആക്കി എടുക്കാം. അപ്പൊ ഇവനാണ് നമ്മുടെ ഇന്നത്തെ ഡിന്നർ. കണ്ടില്ലേ? ടർക്കി കുട്ടനെ റെഡിയാക്കാനുള്ള ഇൻഗ്രീഡിയൻസും കാര്യങ്ങളും ഒക്കെ ഇനി നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്. ലെമൺ വേണം, ഒണിയൻ വേണം, ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, കറിവേപ്പില, റോസ്മെരി. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ റെഡിയാക്കി വെച്ച ഹെർബ് ബട്ടർ യൂസ് ചെയ്യുന്നുണ്ട്. ആദ്യമേ നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമ്മുടെ ബട്ടറിനകത്ത് ഉപ്പിട്ടിട്ടുണ്ട്, ഞാനത് പറയാൻ വിട്ടുപോയി. നമ്മൾ ബട്ടറിനകത്തും കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടാണ് മിക്സ് ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന ഹെർബ് ബട്ടർ ഇല്ലേ, അത് നമുക്ക് ഉള്ളിലേക്ക് കുറച്ച് അങ്ങോട്ട് കയറ്റി വെക്കാം. ഇനി നമുക്ക് അതിനുശേഷം സവോളയൊക്കെ സെറ്റാക്കി വെക്കാം. പിന്നെ ഉരുളക്കിഴങ്ങ്, ലെമൺ, ക്യാരറ്റും ഒക്കെ വെക്കായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ. നമ്മൾ സ്പേസ് ഒത്തിരി അങ്ങനെ ഫില്ല് ചെയ്ത് നിറച്ച് വെക്കണ്ട, കുറച്ചൊക്കെ വെച്ചാൽ മതി. കുറച്ച് ലെമൺ, പിന്നെ നമ്മുടെ കറിവേപ്പിലയും റോസ്മെരീനും കൂടെ വെക്കണം. അപ്പൊ നമ്മള് ടർക്കിക്കുള്ളിലുള്ള എല്ലാ സാധനങ്ങളും ഫില്ല് ചെയ്തിട്ടുണ്ട്, എല്ലാം സ്റ്റഫ് ചെയ്തകത്ത് വെച്ചു. ഇത് നമുക്ക് പുറത്ത് ഈ തൊലിക്കുള്ളിലേക്ക് നമുക്ക് ബട്ടറിനെ നല്ലപോലെ സ്റ്റഫ് ചെയ്ത് പെരട്ടി എടുക്കണം. ആവശ്യത്തിനുള്ള ബട്ടർ എടുത്തിട്ട് ഇങ്ങനെ ഉള്ളിലേക്ക് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ തൊലി കീറാതെ നോക്കണം കേട്ടോ. നമുക്ക് തൊലിക്കകത്ത് നല്ലപോലെ സ്റ്റഫ് ചെയ്ത് ഇങ്ങനെ പെതുക്കെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കാം. അപ്പൊ നല്ലപോലെ ഫ്ലേവറൊക്കെ നല്ലപോലെ മാംസത്തിലേക്ക് നമ്മുടെ വെളുത്തുള്ളിയുടെയും കറിവേപ്പിലയുടെയും റോസ്മെരിയുടെയും ബട്ടറിന്റെയും, പിന്നെ നല്ല മോയിസ്റ്റ് ആയിട്ടും ഇരിക്കും ഈ മാംസമൊക്കെ, നല്ല സെറ്റായിരിക്കും. നമുക്ക് ആവശ്യത്തിന് ബട്ടർ അങ്ങോട്ട് നല്ലപോലെ സ്റ്റഫ് ചെയ്ത് കൊടുക്കാം.
അപ്പൊ നമുക്ക് ഉള്ളിലേക്ക് നമ്മൾ നല്ലപോലെ ബട്ടർ എല്ലാം സ്റ്റഫ് ചെയ്തു. നമുക്ക് പുറത്തും ഇതേപോലെ പിടിപ്പിച്ചു കൊടുക്കാം. നല്ലപോലെ എല്ലായിടത്തും ഈവനായിട്ട് പിടിപ്പിച്ചു കൊടുക്കാം. നമ്മൾ ബട്ടർ എല്ലാം പുരട്ടി സെറ്റാക്കി ഉള്ളിലെല്ലാം സ്റ്റഫ് ചെയ്തു. ഇനി നമുക്കിത് ഇവിടെ കാണുന്ന ഈ ഹോള് നമുക്ക് ഒന്ന് മൂടി വെക്കാം. അപ്പൊ നമ്മുടെ ആവി എല്ലാം അകത്ത് തന്നെ ഇരുന്ന് നല്ലപോലെ ഒന്ന് കുക്കായി വരുമല്ലോ. ഇനി നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം, ഈ ബട്ടർ എല്ലാം കത്തി പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങളിവിടെ വെജിറ്റബിൾ ഓയിലാണ് യൂസ് ചെയ്തേക്കുന്നത്, നിങ്ങൾക്ക് ഒലിവ് ഓയിലൊക്കെ യൂസ് ചെയ്യാം. അപ്പൊ നമ്മള് മാരിനേഷനും സ്റ്റഫിങ്ങും എല്ലാം കഴിഞ്ഞ് സെറ്റ് ആയിരിക്കുകയാണ്. ഇനി നമുക്ക് ഓവനിലേക്ക് മാറ്റി ബേക്ക് ചെയ്തെടുക്കേണ്ടതാണ്. ഞങ്ങളിപ്പോൾ ഓവൻ ട്രൈ ചെയ്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഓവൻ വർക്ക് ചെയ്തില്ല ഞങ്ങളുടെ ഇവിടുത്തേത്. ഞങ്ങൾ കുറെ നാളായി യൂസ് ചെയ്യാതിരുന്നിട്ട്. അപ്പൊ നമ്മൾ ഇന്ന് യൂസ് ചെയ്യാൻ നോക്കിയപ്പോഴാണ് അത് വർക്ക് ചെയ്യുന്നില്ല. അപ്പൊ നമുക്ക് പേടിക്കേണ്ട, എയർ ഫ്രയർ ഉണ്ട്. എയർ ഫ്രയറിനകത്ത് ഞങ്ങളുടെ അതിനകത്ത് ബേക്ക് ചെയ്യാം, എയർ ഫ്രൈ ചെയ്യാം, ഡീഹൈഡ്രേറ്റ് ചെയ്യാം, അങ്ങനെ 3 ഓപ്ഷൻ ഉള്ളതാണ്. അപ്പൊ നമുക്ക് അതിനകത്ത് വെച്ച് ബേക്ക് ചെയ്തെടുക്കാം ഇത്. അപ്പൊ നമ്മുടെ ടർക്കി താണ്ട ഓവനിൽ കയറാൻ റെഡി ആയിരിക്കുകയാണ്. 400 ഡിഗ്രിയിൽ 20 മിനിറ്റത്തേന് നമുക്ക് വെക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ തുറന്ന് നമുക്ക് നോക്കാം. അപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ ടർക്കിയെ പുറത്തെടുത്തു. നമുക്ക് ഈ താഴെ വന്നിരിക്കുന്ന ബട്ടറൊക്കെ ഇങ്ങനെ എടുത്ത് നമ്മൾ ഇങ്ങനെ ഡ്രൈ ആവാതിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് ഓരോ മണിക്കൂർ കൂടുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കൊണ്ടേയിരിക്കണം. അപ്പൊ നമ്മള് ബട്ടർ എല്ലാം അതിലെല്ലാം തേച്ച് പിടിപ്പിച്ച് സെറ്റാക്കി ഒന്നുകൂടെ വെച്ചിട്ടുണ്ട് ഓവനിലേക്ക്. 250 ഡിഗ്രിയിലാണ് ഇപ്പൊ വെച്ചേക്കുന്നത്. ഒരു 2-2.5 മണിക്കൂർ നമുക്ക് വെക്കണം. നമുക്ക് ഓരോ മണിക്കൂർ കൂടുമ്പോഴും എടുത്തിട്ട് നമ്മൾ പിന്നെ ഈ ബട്ടർ താഴെ വരുന്ന റെസിഡ്യൂ താഴെ വരുന്നതിനെ നമ്മൾ പിന്നെ അതുപോലെ നല്ലപോലെ പുരട്ടി അതിനെ മോയിസ്റ്റ് ആക്കി തന്നെ എപ്പോഴും ചെയ്തുകൊണ്ട് നമ്മുടെ ടർക്കി അവിടെ ഓവനിനകത്ത് ബേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഒരു ബെറി സോസ് ഉണ്ടാക്കണം. അതിനായിട്ട് ഞങ്ങൾക്ക് ഫ്രോസൺ സ്ട്രോബെറിയും ബ്ലൂബെറി ഇരിപ്പുണ്ട്, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറിച്ചത്. അപ്പൊ അത് വെച്ച് നമുക്ക് ഇനി ഒരു ബെറി സോസ് ഉണ്ടാക്കാം. ഈ ബ്ലൂബെറി സ്ട്രോബെറിക്കകത്തോട്ട് നമ്മൾ ഈ സ്റ്റാർ സ്പൈസ് ഇല്ലേ, ഇതിനെന്നാ പറയുന്ന പേര് എനിക്കറിയത്തില്ല കറക്റ്റ് എന്താണ്, ഈ സ്പൈസ് നമ്മളിടും. പിന്നെ കുറച്ച് കുഞ്ഞൊരു പീസ് കറുവാപ്പട്ട, സിനമൺ. സോ നമ്മുടെ ബ്ലൂബെറിയും സ്ട്രോബെറിയും പിന്നെ നമ്മുടെ സ്പൈസസും എല്ലാം കൂടി ഇട്ട് ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെക്കുമ്പോഴേ ഇങ്ങനെ നല്ലപോലെ വെന്ത് പിന്നെ നമ്മളൊന്ന് ചെറുതായിട്ട് ഉടച്ചു കൊടുക്കണം. അപ്പൊ ആ ഒരു സോസിന്റെ കൺസിസ്റ്റൻസിയിലേക്ക് എത്തും. ഇതേ 2.5 മണിക്കൂർ കഴിഞ്ഞു. നമുക്കിനി തുറന്നു നോക്കാം എന്നാ അവസ്ഥയായെന്നുള്ളത്. കുട്ടി ഷെഫ് ടർക്കി വെന്തോന്ന് അറിയാൻ വന്നതാണോ? എറിഞ്ഞോ? വാവ്, നല്ല ഭംഗിയായിട്ടുണ്ട്. നോക്കി, എന്റെ മുകളിൽ വശമൊക്കെ നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഇനി മുറിച്ച് നമുക്ക് കഴിച്ചു നോക്കുമ്പോൾ അറിയാം ടേസ്റ്റ് എങ്ങനെ. എന്റെ വായി സത്യം പറഞ്ഞാൽ വെള്ളം വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ടർക്കി താണ്ട് റെസ്റ്റ് ചെയ്യാൻ നമ്മൾ വെച്ചു. ഇനി ആ സമയത്ത് നമുക്ക് നമ്മുടെ ഒരു പൊട്ടറ്റോ ഫ്രൈ നമ്മൾ സെറ്റാക്കാൻ പോവാണ്. അതിനുവേണ്ടി നമ്മളെ ഹെർബ് ബട്ടർ ഉണ്ടല്ലോ നേരത്തെ ഉണ്ടാക്കി, അത് തന്നെയാണ് ചേർക്കുന്ന. പൊട്ടറ്റോ സ്ലൈസ് ചെയ്തിട്ട് കുറച്ച് സോൾട്ടും കൂടി ഇട്ട് നമുക്ക് എയർ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ടർക്കി റെസ്റ്റ് ചെയ്തിരിക്കുകയാണ് കുറച്ചു നേരം. നമുക്കിനി ഉള്ളിൽ സ്റ്റഫ് ചെയ്തേക്കുന്ന സാധനങ്ങളെല്ലാം പുറത്തോട്ട് എടുക്കാം. പിന്നെ കഴിക്കാനായിട്ട് നമുക്ക് കുറച്ച് ഗ്രേവി ഉണ്ടാക്കണം. അതുകൊണ്ട് നമുക്ക് സാധനങ്ങളെല്ലാം നമ്മൾ പുറത്തോട്ട് എടുക്കുകയാണ്. ഒണിയനൊക്കെ നമുക്ക് ഗ്രേവി ഉണ്ടാക്കാനായിട്ട് ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് ഒണിയനെല്ലാം എടുത്ത് മാറ്റി സെറ്റാക്കി എടുക്കണം. ടൊമാറ്റോ വേണേ, അത് നമുക്ക് സ്ലൈസ് ചെയ്ത് ചേർക്കാം. നമ്മൾ ആ ടർക്കിക്കകത്തുനിന്ന് എടുത്ത് സ്റ്റഫ് ചെയ്ത് വെച്ചിരുന്ന സാധനമാണ് ഗാർലിക്കും ഒണിയനും. അത് നമ്മൾ എടുത്ത് പാനിലേക്ക് മാറ്റി കുറച്ച് സ്ലൈസ് ചെയ്ത് ഒരു ടൊമാറ്റോ പിന്നെ കുറച്ച് 2 പച്ചമുളകും കൂടെ ചേർക്കുന്നുണ്ട് നമ്മുടെ ഗ്രേവിക്കകത്ത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ പാനിൽ നമ്മൾ ബേക്ക് ചെയ്തപ്പം പാനിൻ്റെ അടിയിൽ ഈ ബട്ടറും നമ്മൾ ചേർത്ത ബട്ടറും ബാക്കി സ്പൈസസും എല്ലാം കൂടെ താഴെ വന്ന് കിടക്കുമല്ലോ, അതിനെ നമ്മൾ ഈ ബൗളിലോട്ട് മാറ്റിയായിരുന്നു. അതിനെയും കൂടെ ഒഴിച്ചു കൊടുത്ത് തിളപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ബ്ലെൻഡറിനകത്ത് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ ഹാൻഡ് ബ്ലെൻഡർ ഉള്ളവരാണെങ്കിൽ ഇതിനകത്ത് തന്നെ ഡയറക്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി. ഇതേ നമ്മുടെ ഗ്രേവി റെഡി ആയിരിക്കുകയാണ്. മിക്സ്ചർ എല്ലാം ആ സവോളയും കാര്യങ്ങളും എല്ലാം കൂടെ ബ്ലെൻഡറിനിട്ട് ബ്ലെൻഡ് ചെയ്ത് ഇവിടെ ഗ്രേവി റെഡി ആയിരിക്കുകയാണ്. ഒന്ന് തിളക്കുകയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രേവി സെറ്റ്. അപ്പം ഇതാണ് നമ്മുടെ മുറിച്ച് വെച്ച എല്ലാ സാധനങ്ങളും ഉണ്ട്. ടർക്കി, നമ്മുടെ പൊട്ടറ്റോ ഫ്രൈ ചെയ്തത്, പിന്നെ നമ്മുടെ ബെറി സോസ്, പിന്നെ ഗ്രേവി ഉണ്ട്. അത് നമുക്ക് പ്ലേറ്റ് ചെയ്യണം ഇനി. അപ്പൊ പ്ലേറ്റ് ചെയ്യാൻ കാണാം. പിന്നെ ഞങ്ങൾ ബ്രെഡും കൂടെ വെച്ചിട്ടുണ്ട്, അതും കൂടെ കൂട്ടി നമുക്ക് കഴിക്കാനാണ്. അപ്പൊ ഇതാണ്. ഇനി ബാക്കി പ്ലേറ്റ് ചെയ്തിട്ട് കാണാം. നമുക്ക് നമ്മുടെ ടർക്കിയുടെ മേളിലോട്ട് കുറച്ച് ബെറി സോസ് ഒഴിക്കാം. എല്ലാം കൂടെ കൂട്ടി ടേസ്റ്റ് ചെയ്യണം. പിന്നെ നമ്മുടെ ഗ്രേവി സെറ്റാക്കിയത്
അങ്ങനെ നമ്മുടെ ടർക്കി ഡിന്നർ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. സോ അത്രേ ഉള്ളൂ, നമ്മുടെ ടർക്കി പ്രിപ്പറേഷൻ എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഞങ്ങൾക്ക് കഴിച്ചാലും കൂടെ മതി. നിങ്ങൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഡു കമന്റ്. ആൻഡ് ഇത്രേ ഉള്ളൂ. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.